കേരളത്തിൽ സ്വർണ്ണ വിപണിയിൽ ഭീമനടി എന്ന് വേണമെങ്കിൽ പറയാം. എന്താണ് ഈ ഭീമനടി? അത് ഭീമ ഗ്രൂപ്പിന്റെ റെക്കോർഡ് സ്വർണ്ണ വിൽപ്പന തന്നെയാണ്. 100ാം വാർഷികം ആഘോഷിക്കുന്ന ഭീമ അതിൻ്റെ തിരുവനന്തപുരം ഭീമയിൽ കഴിഞ്ഞ ദിവസം വാർഷിക ദിനത്തിൽ ഒറ്റ ദിവസം വിറ്റുപോയത് റെക്കോർഡ് സ്വർണമാണ്. തിരുവനന്തപുരം നഗരത്തിലെ MG റോഡിലെ പ്രധാന ഷോറൂമിലാണ് ഏറ്റവും കൂടുതൽ സ്വർണവും ഡയമണ്ടും രത്നങ്ങളും വിറ്റുപോയത്. അതിൻ്റെ കണക്കുകൾ നോക്കുക. അതായത് ഗിന്നസ് ബുക്കിൽ കയറി പറ്റുന്ന വിൽപ്പനയാണ് നടന്നത്. ഒറ്റ ദിവസം കൊണ്ട് 250 കിലോ സ്വർണം, പിന്നെ 400 കാരറ്റ് ഡയമണ്ട്, ഇത്രയുമാണ് ഭീമയുടെ തിരുവനന്തപുരത്ത് വിറ്റുപോയത്. 250 കിലോ വിറ്റതിൽ 400 കാരറ്റ് വിറ്റതിൽ MG റോഡിലെ ഷോറൂമിൽ മാത്രം വലിയ വിൽപ്പനയാണ് നടന്നത്. MG റോഡിലെ ഷോറൂമിൽ 160 കിലോഗ്രാം സ്വർണവും 320 കാരറ്റ് ഡയമണ്ട്സും വിറ്റുപോയി. അപ്പോൾ വിൽപ്പനയുടെ ഭൂരിഭാഗവും ഒരൊറ്റ ഷോറൂമിൽ നിന്നുമാണ്. അപ്പോൾ ഇതിനൊന്നും വലിയ മാർക്കറ്റിംഗ് ഒന്നും വേണ്ടി വന്നില്ല എന്നാണ് ഭീമ ഗ്രൂപ്പിന്റെ ചെയർമാൻ ഡോക്ടർ M ഗോവിന്ദൻ പ്രതികരിച്ചത്. ഇത് പറയുമ്പോൾ പണ്ടൊരിക്കൽ ഞാൻ ചാനലിൽ പണിയെടുക്കുന്ന കാലത്ത് മാർക്കറ്റിംഗ് വിഭാഗത്തിൽ പണിയെടുക്കുന്ന പരസ്യം പിടിക്കുന്ന ആളുമായിട്ട് ഭീമയുടെ ആലപ്പുഴ ഹെഡ് ഓഫീസിൽ പോയ ഒരോർമ്മയുണ്ട്. അതൊരു 15 വർഷം മുമ്പാണ് ചാനലിൽ ന്യൂസിൽ വർക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ ഭീമയുടെ അന്നത്തെ തലപ്പത്തിരിക്കുന്ന ആളിനെ പരിചയമുള്ളത് കൊണ്ടും പരസ്യം ചാനലിന് വേണ്ടി പിടിക്കാനും പോയി സംസാരിച്ചപ്പോൾ അതുവരെ ആ ഭീമ ഗ്രൂപ്പ് പരസ്യം കൊടുത്തിട്ടില്ല, TV-യിൽ കാര്യമായ പരസ്യം കൊടുത്തിട്ടില്ല. ആ ഒരു സമയം മറ്റ് ജ്വല്ലറി ഗ്രൂപ്പുകളൊക്കെ പരസ്യം കൊടുക്കുന്നു. അപ്പോൾ ആലപ്പുഴയിലെ വീട്ടിൽ പോയി, അതിമനോഹരമായ വീട്ടിൽ പോയി സംസാരിച്ചപ്പോൾ പറഞ്ഞ മറുപടി, ഭീമയ്ക്ക് പരസ്യത്തിൻ്റെ ആവശ്യമില്ല, ഭീമ അങ്ങനെ ഒരു ബ്രാൻഡാണ്, ഞങ്ങൾക്കിപ്പോൾ TV-യിലെ പരസ്യം തന്നിട്ട് സ്വർണ്ണ വിൽപ്പന കൂട്ടേണ്ട കാര്യമില്ല. ഒരിത്തിരി ഒരു വലിയ തലക്കനത്തോടെയാണ് പറഞ്ഞത്, എന്നാൽ മര്യാദയ്ക്ക്. അതുകൊണ്ട് പരസ്യം ഇപ്പം തരാൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല. പരസ്യമില്ലാതെ തന്നെ ഞങ്ങളുടെ സ്വർണം ഇഷ്ടം പോലെ വിറ്റുപോകും. ഞങ്ങൾ നിരാശരായിട്ട് തിരിച്ച് ഇറങ്ങി നടന്ന് വാഹനത്തിൽ വന്ന് കയറിയിട്ട് ഇങ്ങോട്ട് പോരുമ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ മാർക്കറ്റിംഗ് കൂടെയുള്ള മാനേജരോട് ഞാൻ പറഞ്ഞു, ടെൻഷൻ വേണ്ട, വിഷമം വേണ്ട, ഒരിത്തിരി കഴിയട്ടെ, 1-2 വർഷങ്ങൾ കഴിയട്ടെ, ഭീമ ഇങ്ങോട്ട് പരസ്യം തരും. സ്വർണ്ണ വിപണി പോകുന്ന പോക്ക് എങ്ങനെയാണ്? ഭീമയ്ക്കും പരസ്യമില്ലാതെ പിടിച്ചു നിൽക്കാനാവില്ല. കൃത്യം 1 കൊല്ലം കഴിഞ്ഞപ്പോൾ ഭീമ TV ചാനലുകളിൽ പരസ്യം കൊടുക്കാൻ തുടങ്ങി. ഇത് ഓർമ്മയിൽ നിന്ന് ഞാൻ പെട്ടെന്ന് പറഞ്ഞതാണ്. ഇപ്പൊ അവർ പറയുന്നു, ഈ വാർഷിക ദിനത്തിൽ 100ാം വാർഷികത്തിന് വലിയ പരസ്യമൊന്നും മാർക്കറ്റിംഗ് വിഭാഗം ചെയ്തില്ല, വലിയ പൈസ മുടക്കാതെ ഇത്രയും സ്വർണം വിറ്റുപോയി. അതിൽ മനസ്സിലാക്കേണ്ടത്, ഇപ്പം ഭീമയ്ക്ക് ഇതൊരു വലിയ നേട്ടമായിട്ട് ഗിന്നസ് ബുക്കിൽ കയറി റെക്കോർഡ് നേടിയത് വലിയ മേന്മയായിട്ട് പറയാമെങ്കിലും ഭീമ ഗ്രൂപ്പിന് മാത്രമല്ല ഈ ഭീമനടി ഉണ്ടായത്, നല്ല നേട്ടമുണ്ടായത്. അത് സ്വർണ്ണ വിപണിയിൽ സമീപകാലത്തുണ്ടായ മാറ്റങ്ങളാണ്. കേരളത്തിൻ്റെ സ്വർണ്ണ വിപണിയിലും ഗൾഫ് കേന്ദ്രീകരിച്ചിട്ടുള്ള മലയാളികളുടെ സ്വർണ്ണ വിപണിയിലും വന്ന മാറ്റങ്ങൾ. അതാണ് ഞങ്ങൾ ഇതിൻ്റെ അകത്ത് ഈ ഭീമനടി വിൽപ്പനയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്. ഭീമ ഗ്രൂപ്പിന് മാത്രമല്ല സ്വർണ്ണ വിൽപ്പനയിൽ വർധനമുണ്ടായത്. കേരളത്തിൽ ജ്വല്ലറി നടത്തുന്ന പ്രമുഖ ഗ്രൂപ്പുകൾക്കെല്ലാം, ആലുക്കാസ് ഉൾപ്പെടെയുള്ള ഗ്രൂപ്പുകൾക്കെല്ലാം 10 മുതൽ 20% വരെ സ്വർണ്ണ വിൽപ്പനയിൽ വർധനമുണ്ടായിട്ടുണ്ട്, കൂടിയിട്ടുണ്ട്. അതേസമയം ഇവരുടെ ഗൾഫിലെ ഷോറൂമുകളിൽ സ്വർണ്ണ വിൽപ്പന ജ്വല്ലറികളിൽ കുറയുകയും ചെയ്തു. അപ്പം ഇതിൻ്റെ പിന്നിലെ സാമ്പത്തികത, എക്കണോമിക്സ് എന്താണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം തിരുവനന്തപുരം ഭീമയുടെ ചെയർമാൻ ഡോക്ടർ M ഗോവിന്ദൻ വളരെ അഭിമാനത്തോടെ പറയുന്ന ഈ റെക്കോർഡ് ഗിന്നസിൽ കയറിയ വിൽപ്പനയെ പറ്റി പറയുമ്പോൾ അതിൻ്റെ പിന്നിലെ മറ്റ് കാരണങ്ങൾ കൂടി നമ്മൾ അറിഞ്ഞിരിക്കുക. അതായത് കഴിഞ്ഞ ബജറ്റിൽ എന്താണ് സംഭവിച്ചത്? സ്വർണത്തിൻ്റെ ഇറക്കുമതി തീരുവ 15%-ൽ നിന്ന് 6%-ലേക്ക് കുത്തനെ കുറച്ചു. കുത്തനെ ഇങ്ങനെ കുറച്ചപ്പോൾ ഉണ്ടായ മാറ്റം എന്ന് പറയുന്നത് കഴിഞ്ഞ ബജറ്റിൽ വളരെ കാലങ്ങളായിട്ടുള്ള ആവശ്യമാണ് സ്വർണത്തിൻ്റെ ഇറക്കുമതി തീരുവ കുറയ്ക്കണമെന്നുള്ളത്. അത് ബജറ്റിൽ യാഥാർത്ഥ്യമായപ്പോൾ
15% 6% കൂപ്പുകുത്തിയപ്പോൾ കേരളത്തിൽ സ്വർണം വാങ്ങുന്നതും ഗൾഫിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരുന്നതും തമ്മിൽ വലിയ വ്യത്യാസമില്ലാതായി. ലാഭത്തിൽ വില കൂടുതലൊന്നും വലിയ വ്യത്യാസമില്ലാതായി. നികുതിയിലും സ്വർണ്ണവില കുതിച്ചു കയറുമ്പോഴും ഗൾഫ് നാടുകളിൽ ഗൾഫ് മാർക്കറ്റിൽ സ്വർണ്ണ വിൽപ്പനയിൽ 20% ഇടിവ് സംഭവിച്ചിട്ടുണ്ട് സമീപകാലത്ത്. അതും പ്രധാനമായും കേരളത്തിൽ നിന്നും പോകുന്നവരും പ്രവാസികളും സ്വർണം വാങ്ങുന്നത് കുറഞ്ഞു എന്നുള്ളത് അതിലൊരു പ്രധാന കാരണമാണ്. കാരണം പ്രവാസികളുടെ ഏറ്റവും വലിയൊരു താല്പര്യം സ്വർണത്തിൽ നിക്ഷേപിക്കുക എന്നുള്ളതാണ്. സ്വർണത്തിന് വില കൂടിക്കൊണ്ടിരിക്കുമ്പോഴും റെക്കോർഡ് വില ആയിക്കൊണ്ടിരിക്കുമ്പോഴും സ്വർണത്തിൽ നിക്ഷേപിക്കുക എന്നത് പ്രവാസി മലയാളികളുടെ ഒരു ഇഷ്ടപ്പെട്ട കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കേരളത്തിൽ സ്വർണ്ണ വിൽപ്പനയിൽ 15% വരെ വർധനമുണ്ടായപ്പോൾ സമീപകാലത്ത് ഗൾഫ് സ്വർണ്ണ വിപണിയിൽ 20% വരെ ഇടിവ് സംഭവിച്ചിരിക്കുന്നു എന്നാണ് സ്വർണ്ണ വ്യാപാര രംഗത്തെ ഗ്രൂപ്പുകൾ പലതും പറയുന്നത്. ഇവിടെ കഴിഞ്ഞ 2 മാസം കേരളത്തിൽ വളരെ വലിയ തോതിൽ സ്വർണ്ണ വിൽപ്പന നടന്നിരിക്കുന്നു. കഴിഞ്ഞ 2 മാസത്തെ സ്വർണ്ണ വിൽപ്പന എന്ന് പറയുന്നത് 80 ടണ്ണിന് അടുത്താണ് കേരളത്തിലെ സ്വർണ്ണ വിൽപ്പന. 80 ടൺ സ്വർണം കേരളത്തിൽ വിറ്റപ്പോഴാണ് ഭീമ ഗ്രൂപ്പിന്റെ ഭീമനടിയിൽ ഈ പറയുന്ന 250 കിലോ വിറ്റു, 400 കാരറ്റ് ഡയമണ്ട്സും വിറ്റു എന്ന് പറയുന്നത്. അപ്പൊ അതൊരു വലിയ ഒരു എമൗണ്ട് ഒന്നുമല്ല, പക്ഷേ ഒരു വലിയ വിൽപ്പനയാണ് താനും പുതിയ മാർക്കറ്റ് രൂപപ്പെട്ടു വരുമ്പോൾ. അപ്പൊ 80 ടൺ സ്വർണം വിറ്റെടുത്താണ് ഭീമയിൽ 250 കിലോ സ്വർണം ഒറ്റ ദിവസം കൊണ്ട് വിറ്റു എന്ന് പറയുന്നത് അതൊരു ഭീമ ഗ്രൂപ്പിന്റെ ഒരു നേട്ടം തന്നെയാണ്. പക്ഷേ അത് 100ാം വാർഷികത്തിന്റെ മാത്രം ഒരു നേട്ടമല്ല, അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിൽ വലിയ പൈസയൊന്നും ചെലവഴിക്കാതെ ഇത്രയും സ്വർണം വിറ്റു എന്ന് മേനി പറയുന്നതിലും വലിയ കാര്യമില്ല. അത് ഒരു പ്രത്യേക ഒക്കേഷനിൽ ധാരാളം പേർ വിശ്വാസ്യതയുള്ളത് കൊണ്ട് ഭീമയുടെ സ്വർണം വാങ്ങി എന്നത് ഒരു കാര്യമാണ്. അതോടൊപ്പം എല്ലാ ജുവലറി ഗ്രൂപ്പുകളിലും സ്വർണ്ണ വിൽപ്പന തകൃതിയായി നടക്കുന്നു. സ്വർണ്ണ വിപണി കേരളത്തിലെ ഒരു വലിയ വിപണിയായി വളർന്നുകൊണ്ടിരിക്കുന്നു. സർക്കാരിന്റെ ഈ നയം മാറ്റം മൂലം ഇറക്കുമതി തീരുവ 15% 6% കുറച്ചതും കേരളത്തില് സ്വർണ്ണ വിൽപ്പനയിൽ ഒരു കുതിച്ചുചാട്ടത്തിന് സാഹചര്യം ഒരുക്കി എന്നതും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പിന്നെ പണിക്കൂലിയും കേരളത്തിൽ കുറവാണ്. സ്വർണ്ണ വിൽപ്പനയിൽ വലിയ അന്തരം വിലകളിൽ ഇല്ലാതെ വരുന്നത് കേരളത്തിലും ദുബായിലും വിലയിൽ വലിയ അന്തരമില്ലാതെ വരുന്നത് ഇവിടെ പണിക്കൂലിയും കുറവാണ്. തൊഴിലാളികൾക്ക് നൽകുന്ന വേതനം ദുബായിയൊക്കെ അപേക്ഷിച്ച് കേരളത്തിൽ കുറവാണ് എന്നതും പണിക്കൂലി കുറയ്ക്കാനും അതുവഴി സ്വർണം വാങ്ങുന്നതിന് കൂടുതൽ ആൾക്കാരെ ആഭ്യന്തര വിപണിയിലേക്ക് എത്തിക്കാനും കേരളത്തിന് സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും എടുത്തു പറയാവുന്ന കാര്യം. എന്തായാലും കള്ളക്കടത്ത് കുറയട്ടെ, നയന്ത്ര ചാനൽ വഴി ഇനി സ്വർണം കൊണ്ടുവരാൻ ഇടയുണ്ടാവാതിരിക്കട്ടെ, ഇനി കൊണ്ടുവന്നാലും ഇല്ലെങ്കിലും അതൊക്കെ ഇല്ലാതാവട്ടെ. പിന്നെ ഇത്രയും നാൾ അന്വേഷിച്ചിട്ടും കേന്ദ്ര ഏജൻസികൾ മുഴുവൻ അന്വേഷിച്ചിട്ടും കസ്റ്റംസ്, ED, അതേ ഇതേ എല്ലാം അന്വേഷിച്ചിട്ടും ഈ കൊണ്ടുവന്നവരെ കുറിച്ചുള്ള കേസല്ലാതെ ആർക്ക് വേണ്ടി കൊണ്ടുവന്നു ഇവിടെ നാട്ടിൽ ഈ സ്വർണം, കെട്ടുകണക്കിന് സ്വർണ്ണക്കട്ടികൾ, ബിസ്ക്കറ്റുകൾ ആർക്ക് വേണ്ടി കൊണ്ടുവന്നു, ഇത് ഗൾഫിൽ നിന്ന് കൊടുത്തുവിട്ടതാരാന്ന്, ഇക്കാര്യങ്ങളിലൊന്നും ഒരു അന്വേഷണവും ഒരു കണ്ടെത്തലും കേന്ദ്ര ഏജൻസിക്ക് ഇല്ല എന്നത് തന്നെ അത് ദുരൂഹമാണ്. അതിന്റെ കാരണങ്ങൾ കൂടി നമ്മൾ ആലോചിക്കുക. എന്തായാലും കേരളത്തിന്റെ സ്വർണ്ണ വിപണിയിൽ ഭീമനടികൾ ഇനിയും നടക്കട്ടെ. ഇവിടുത്തെ കച്ചവടം കുശാലാവട്ടെ. ഗൾഫിലെ മാന്ദ്യം തൽക്കാലം തുടരുക തന്നെ ചെയ്യും.